നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഫെബ്രുവരി 21 ശനിയാഴ്ചയാണ്. കുംഭം 9. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. 24 മെഗാ ബ്രേക്ക്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നുവച്ച സംഭവത്തിൽ വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്ത് കേസെടുത്ത പോലീസ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയോ മറ്റ് ഡോക്ടേഴ്സോ പ്രതികളല്ല. മനുഷ്യജീവനും വ്യക്തിസുരക്ഷയ്ക്കും അപകടകരമാം വിധം പ്രവർത്തിച്ചെന്നാണ് എഫ്ഐആർ. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയും ലിഡിയ ജേക്കബും ചേരുകയാണ് വിശദാംശങ്ങളുമായി. ആദ്യം അശ്വിൻ പാലാഴിയിലേക്കാണ്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. അശ്വിൻ കൊണ്ടുവന്ന ഒരു വാർത്ത, അതിൽ വലിയൊരു നടപടി ഉണ്ടാകുന്നു. പക്ഷേ ഈ നടപടി എത്രത്തോളം സ്വീകാര്യമാണ്? കാരണം ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ മാത്രം നടപടി, മറ്റുള്ളവർക്കെതിരെ നടപടിയില്ല. അപ്പോൾ ഇതിന്റെ മറ്റു കാര്യങ്ങൾ, ഇത് കുടുംബം എങ്ങനെ കാണും, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഇതിൽ ഒരു പ്രാഥമിക നടപടി എന്നുള്ളതാണ്. അതായത് നിലവിൽ പോലീസിന് ഉഷ ജോസഫിന്റെ ബന്ധു ഇന്നലെ ഉച്ചകഴിഞ്ഞെത്തിയാണ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയത്. ആ പരാതിയിൽ അടങ്ങിയിരിക്കുന്ന പേരുകാരി ഈ അന്ന് വകുപ്പ് മേധാവിയായിരുന്ന, ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക മാത്രമാണ് എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത എഫ്ഐആറിൽ ആ കേസിൽ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്തത് എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലെ വിശദീകരണം. ഒരുപക്ഷേ അത് അങ്ങനെ തന്നെയായിരിക്കും. ഈ കേസിന്റെ തുടർ അന്വേഷണം വരുന്ന ഘട്ടത്തിലായിരിക്കാം കൂടുതൽ ആളുകളെ ഓപ്പറേഷൻ ചെയ്ത, ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഷാഹിദയെ അടക്കം പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് പോവുക. എന്തായാലും ആദ്യ പരാതിയിലെടുത്ത എഫ്ഐആർ ആണ്. അതിലാണ് ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് 2021 മെയ് 5-ാം തീയതി നടന്ന ശസ്ത്രക്രിയയിൽ, അതായത് പ്രതിയുടെ നേതൃത്വത്തിൽ നടന്ന ശസ്ത്രക്രിയയിൽ മനുഷ്യജീവനും വ്യക്തി സുരക്ഷിതത്വത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ അപാകമായും ഉദാസീനമായും ശസ്ത്രക്രിയ നടത്തി എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. ഒപ്പം ഇതിനുശേഷം ഉഷ ജോസഫിന് വയറുവേദനയും മറ്റനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ ആശുപത്രിക്ക് ഡോക്ടറിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് കൂടി എഫ്ഐആറിൽ പറയുന്നുണ്ട്. എന്തായാലും ആദ്യ പരാതിയിൽ ഇട്ടിരിക്കുന്ന എഫ്ഐആറിന്റെ തുടർ നടപടികളിലായിരിക്കും കൂടുതൽ പ്രതികൾ ഉണ്ടാവുക. ഇന്നലെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയുടെ ഭാഗമായി 2 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് ഈ ശസ്ത്രക്രിയയിൽ പങ്കെടുത്ത ഡോക്ടേഴ്സിൽ പലരും ഇന്ന് സർവീസിലില്ല, പലരും വിരമിച്ചിരുന്നു. ഡോക്ടർ ലളിതാംബിക അടക്കം സർവീസിൽ നിന്ന് വിരമിച്ചവരാണ്. അതുകൊണ്ട് ഒരു വകുപ്പ് തല നടപടിക്ക് അവിടെ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ വകുപ്പിൽ നിലവിൽ സർവീസിലുള്ള 2 പേരെ, ഡോക്ടർ ഷാഹിദ അടക്കം 2 പേരെ ഇന്നലെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസിന്റെ കേസ് കൂടി ഇതിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ആരോഗ്യമന്ത്രി നിയോഗിച്ച പ്രത്യേക സംഘം ആശുപത്രിയിലെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം ഉഷ ജോസഫിനെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടും അവരുടെ ഭാഗം കേട്ടിരുന്നു. അതിന്റെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് രാവിലെ തന്നെ സമർപ്പിക്കും. അതിനിടെയാണ് പോലീസിന്റെ നടപടി. എന്തായാലും ഇതിലിനി കൂടുതൽ നടപടി എങ്ങനെയാണ്, എഫ്ഐആർ വിപുലപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് എപ്പോൾ കടക്കും എന്നുള്ളതിലാണ് ഇനി വ്യക്തത വരേണ്ടത്. കൂടുതൽ ഒരുപക്ഷെ ഈ കുടുംബം, ഈ ഷാഹിദ അടക്കമുള്ള ഡോക്ടേഴ്സിന്റെ പേര് പ്രതിപാദിച്ച് പരാതി നൽകിയില്ല എങ്കിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുമോ, ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിലവിൽ ഇന്നലെ 2 റിപ്പോർട്ടുകൾ ആരോഗ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ആശുപത്രി സൂപ്രണ്ട് നൽകിയത്, മറ്റൊന്ന് ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരം നിയോഗിച്ച 4 അംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. അതിന് പിന്നാലെ ആരോഗ്യമന്ത്രി നേരിട്ട് നിയോഗിച്ചൊരു സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട 3 റിപ്പോർട്ടുകൾ നിലവിൽ ആരോഗ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ആകാംക്ഷയുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ക്രിസ്റ്റീന. ലിഡിയ ജേക്കബ് കൂടി ചേരുകയാണ്. ലിഡിയ, ഗുഡ് മോർണിംഗ്. ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ ഇന്നാണ്. ഒപ്പം തന്നെ പല കോണുകളിൽ നിന്ന് പ്രതിഷേധവുമുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. തീർച്ചയായും ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ ഇന്ന് നടക്കും. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. ഇന്നലെയാണ് ഉഷ ജോസഫിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്നലെ തന്നെ വിവിധ പരിശോധനകൾ പൂർത്തിയായിരുന്നു. പ്രത്യേകിച്ച് CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ നടത്തിയിരുന്നു. അതിൽ കത്രിക ഏത് ഭാഗത്താണ് എന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ശസ്ത്രക്രിയ നടത്താം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശസ്ത്രക്രിയ നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്.
ഇന്നലത്തെ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ അടക്കം വലിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന്, ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള വലിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ രമേശ് ചെന്നിത്തല അടക്കം, ഷാനിമോൾ ഉസ്മാൻ അടക്കം വിവിധ നേതാക്കൾ ഉഷയെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ വേഗത്തിലാക്കുന്നത്. ഉഷയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി അടിയന്തര ശസ്ത്രക്രിയയുടെ ഒരു ആവശ്യമില്ല എന്ന് തന്നെ ഇന്നലെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഒരു തൃപ്തികരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തേക്ക് ശസ്ത്രക്രിയ മാറ്റിയിരിക്കുന്നത്. എന്തായാലും 5 കൊല്ലമായി ഈ ഒരു വേദന തിന്ന് ഉഷ നടക്കുകയായിരുന്നു. അതിനൊരു ഉടനടിയുള്ള ഒരു പരിഹാരം എന്ന് തന്നെ വേണം. ഇതറിഞ്ഞ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക്, എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ജനപ്രതിനിധികളടക്കം ഇടപെട്ട് മാറ്റുകയും അതിലൊരു അടിയന്തര നടപടിയിലേക്ക് കടക്കുകയുമാണ്. പക്ഷേ അതേസമയം തന്നെ വിവിധ കോണുകളിൽ നിന്ന് ആരോഗ്യ വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം ഇന്നും തുടരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ ആരോഗ്യ വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരാൻ പോവുകയാണ്. ഈ ഒരു ശസ്ത്രക്രിയയുടെ കേസിൽ മാത്രമല്ല, ഇതിനു മുൻപും ചികിത്സാ പിഴവുകൾ, പ്രത്യേകിച്ച് നെടുമ്പങ്ങാട് അടക്കം ചികിത്സാ പിഴവുകൾ ഉണ്ടായിരുന്നു. അതിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പിഴവ്, അതും വലിയ പിഴവ്, ഗുരുതരമായിട്ടുള്ള പിഴവ്, ശസ്ത്രക്രിയയിൽ പിഴവുണ്ട് എന്നത് കണ്ടെത്തുകയും ഒരു കത്രിക വയറ്റിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ഗുരുതര പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഒരു പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. മാത്രമല്ല, ഇതിനു മുൻപ് ഇത്തരത്തിലൊരു കേസ് വന്നത് ഹർഷിനയുടെ ആയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ പിഴവ് സംഭവിക്കുകയും ഇതുപോലെ തന്നെ സമാനമായ കേസ് സംഭവിക്കുകയും ചെയ്തിരുന്നു. അത് ഈ ഹർഷിനയും സമാനമായ രീതിയിൽ ഒരു സംഭവം നടന്നിരുന്നു. അതേസമയം സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ അനുഭവിച്ച ഒരാൾ കൂടിയാണ് ഈ ഉഷയ്ക്ക് ഐക്യദാർഢ്യവുമായി ഹർഷിനയും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. അത് സംബന്ധിച്ച് അത്തരത്തിൽ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഐക്യദാർഢ്യ സമ്മേളനങ്ങളടക്കം ഇന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം ആരോഗ്യ വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഓക്കെ ലീഡിയ, സംസ്ഥാന ആരോഗ്യവകുപ്പിൽ വളരെ നന്നായി ജോലി ചെയ്യുന്ന നിരവധി ആരോഗ്യ പ്രവർത്തകരുണ്ട്. പക്ഷേ എന്നാൽ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അത് മനുഷ്യരുടെ ജീവിതത്തിന് ഉണ്ടാക്കുന്ന പ്രയാസങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴിയും ലിഡിയ ജേക്കബുമാണ്. പകരച്ചുങ്കം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ 150 ദിവസത്തേക്ക് 10% ആഗോള തീരുവ ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്ക് മേലുള്ള പകരച്ചുങ്കം 18% തുടരുമെന്നും ട്രംപ് അറിയിച്ചു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തനിക്കെതിരായി വോട്ട് ചെയ്ത എല്ലാ ന്യായാധിപന്മാരും അവർ രാജ്യസ്നേഹമില്ലാത്തവരും ഭരണഘടനയോട് കൂറില്ലാത്തവരുമാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അൺപേട്രിയോട്ടിക് ആൻഡ് ഡിസ്ലോയൽ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു ആഗോള താരിഫ് 10%. ഇത് ഏത് രീതിയിലായിരിക്കും ഇനി വരിക? എന്തൊക്കെ കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഏതാണ്ട് 1 വർഷത്തോളം ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇന്ന് സുപ്രീം കോടതി ഒരു വിധിയിലൂടെ വീണ്ടും മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. US പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ തീരുവകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ ഈ ചരിത്രപ്രധാനമായ വിധി വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അമേരിക്കയിൽ എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കുവാനാണ് ഇന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ നടപടി പ്രസിഡന്റ് അനുവദിക്കപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾക്കും അപ്പുറമാണെന്നാണ് 6-3 എന്ന ഭൂരിപക്ഷത്തിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. US സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ ജി റോബർട്ട്സ് ജൂനിയർ ആണ് ഈ വിധി ഈ പാനലിന് വേണ്ടി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിധിയോട് നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രകോപനപരമായ രീതിയിലാണ് പ്രസിഡന്റ് ട്രംപ് പ്രതികരിച്ചത്. വൈറ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാരെ അദ്ദേഹം രൂക്ഷമായി അധിക്ഷേപിച്ചു. ജഡ്ജിമാർ ഫൂൾസ് ആൻഡ് ലാപ്പ് ഡോഗ്സ് അഥവാ വിഡ്ഢികളും പാദസേവകരുമാണെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം. അധിക തീരുവ റദ്ദാക്കിയ സുപ്രീം കോടതി വിധി ആഗോള വ്യാപാര മേഖലയെ വലിയ അനിശ്ചിത്വത്തിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷം മുതൽ US ഗവൺമെന്റ് ഏതാണ്ട് $200 ബില്യണോളം ശേഖരിച്ചു എന്നാണ് പല മാധ്യമങ്ങളിലും വ്യത്യസ്തമായ ഡോളർ എമൗണ്ടാണ് വരുന്നത്. ഏതാണ്ട് ഏകദേശം 16 ലക്ഷം കോടി രൂപയാണ്. ഇത് കമ്പനികൾക്ക് തിരികെ നൽകേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും തുടരുകയാണ്. എന്നാൽ മറ്റ് നിയമ വഴികളിലൂടെ
കമ്പനികൾ ഒരുപക്ഷെ ഈ പണം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇനിയുള്ള നിയമവഴികൾ എന്താണെന്നുള്ള ആലോചനയിലാണ്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ എല്ലാ വിദേശ ഉൽപ്പന്നങ്ങൾക്കും 10% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും കഴിഞ്ഞു. നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ 18% തന്നെ തുടരുവാൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി റദ്ദാക്കിയ ഇറക്കുമതി തീരുവകൾ പുനഃസ്ഥാപിക്കുവാൻ ട്രേഡ് ആക്ട് 1974 സെക്ഷൻ 122 എന്ന നിയമത്തിലെ ഒരു പ്രത്യേക അധികാരം ഉപയോഗിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃഷ്ണ. ശരി, അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24 പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB, ഡൽഹിയിൽ നിന്ന് R അച്യുതൻ, കോഴിക്കോട് നിന്ന് ലക്ഷ്മി എന്നിവരാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ജിബിൻ JB ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജിബിൻ. ഇന്നിപ്പോ തെക്കൻ മേഖലയിൽ നിന്ന് പല വാർത്തകളും വരാനുണ്ടല്ലോ. SIRന്റെ അന്തിമ പട്ടിക ഇന്നാണ്. സംസ്ഥാന വ്യാപകമായി നഴ്സുമാരുടെ പണിമുടക്കുണ്ട്, ഡോക്ടർമാരുടെ സമരം തുടരുന്നു, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ്, അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ, അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും അത് സംബന്ധിച്ച് ഈ ഡോക്ടർമാരുടെ KGMയുടെ നേതൃത്വത്തിൽ നടക്കുന്ന OP ബഹിഷ്കരണവുമാണ്. നെടുമങ്ങാട് ആശുപത്രിയിലാണ് ഇത്തരത്തിൽ OP ബഹിഷ്കരണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആരോപണ വിധേയ, അതായത് പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നെടുമങ്ങാട് ആശുപത്രിയിൽ KGMയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ OP ബഹിഷ്കരണം നടക്കുന്നത്. നമുക്കറിയാം, ഈ നെടുമങ്ങാട് ആശുപത്രി എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ മലയോര മേഖലയിൽ നിന്നുള്ള ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയാണ്. ആ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്നത്. കാരണം ഈ OP ഒഴികെയുള്ള മറ്റ് എല്ലാ സേവനങ്ങളും ഡോക്ടർമാർ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നുള്ള ഇന്നത്തെ തുടർ വാർത്തകളും പ്രധാനപ്പെട്ടതാകുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് SIRന്റെ അന്തിമ പട്ടികയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ പട്ടികയാണ് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ഏകദേശം 50,000-ലധികം വോട്ടർ മുൻപുണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്ന് ഏകദേശം 50,000-ലധികം വോട്ടർമാരെ ഇതിൽ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ ഹിയറിങ്ങിന് ശേഷം ഈ കേരളം മരിച്ചുപോയവരെയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് സ്ഥിരതാമസമാക്കി അവിടുത്തെ നേറ്റിവിറ്റി എടുത്തവരെയൊക്കെയാണ് ഇപ്പോൾ ഈ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ച് ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള തുടർ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ഈ പുറത്താക്കിയവരുടെ കാര്യത്തിൽ, അതായത് നേരത്തെ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരിൽ ചിലരെ കൂടി പുറത്താക്കിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ അതുപോലെ തന്നെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്തിമ പട്ടിക ഇന്ന് പുറത്തു വന്നതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിൽ ഒരു പ്രതികരണം കൂടി ഉണ്ടാകുക. എന്തായാലും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നം തന്നെയാണ്. കാരണം ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ ഇപ്പോൾ നടപടിയെടുത്തിട്ടുള്ള ഒരു ഡോക്ടറിന്റെ വിഷയം മാത്രമല്ല, ഈ ഡോക്ടർ തന്നെ ആരോപണ വിധേയമായിട്ടുള്ള മറ്റ് സംഭവങ്ങൾ കൂടി നെടുമങ്ങാട് ആശുപത്രിയിലുണ്ട്. അതിന്റെ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. പക്ഷേ ഇതുവരെയും തന്നെ ഈ അന്വേഷണങ്ങളൊന്നും തന്നെ ഒരു റിപ്പോർട്ട് കൈമാറുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണ വിധേയരായ ഡോക്ടർമാർക്കെതിരെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടി പോയിട്ട് മാത്രമല്ല, അവരെ ഈ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മുൻപ് ആരോപണ വിധേയരായ ഹസ്ന ഫാത്തിമ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, ജബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. ലക്ഷ്മി ബാലചന്ദ്രനുണ്ട് അവിടെ. ലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സാധാരണക്കാരായവരാണ് മെഡിക്കൽ കോളേജുകളിൽ പോകുന്നത്. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ സമരം തുടരുകയാണ്. OPയിൽ ചെല്ലുന്നവർക്ക് പലർക്കും ചികിത്സ ലഭിക്കുന്നില്ല. എന്തായിരിക്കും ഇന്ന് ഈ സമരത്തിന്റെ ഒരു അവസ്ഥ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടുള്ള പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പ്രതിഷേധ സമരം തന്നെയാണ്. OP വിഭാഗം ഉൾപ്പെടെ ഇന്ന് പ്രതിസന്ധി തന്നെയാണ്. അതുപോലെ തന്നെ അടിയന്തര ശസ്ത്രക്രിയകളും ഒക്കെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം ഇന്ന് 6ാം ദിനത്തിലേക്ക് തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കോഴിക്കോട് ജില്ലകളിലെയും മറ്റ് അയൽ ജില്ലകളിലെയും ഒക്കെ ആളുകൾ കൂടുതലായി ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. നിരവധി ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരത്തിനോട് മുന്നേ തന്നെ അവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഈ സമരം തുടങ്ങിയ സമയങ്ങളിൽ ധാരാളം ആളുകൾ അവിടെ എത്തിച്ചേരുകയും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്ക് ചികിത്സ കിട്ടാതെ മടങ്ങി പോകേണ്ട ഒരു അവസ്ഥ കൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ മുതലുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ രോഗികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരുന്നതിൻ്റെ എണ്ണത്തിൽ അല്പം കുറവുണ്ടായിട്ടുണ്ട്. അതായത് ആളുകൾ ഇത് തിരിച്ചറിഞ്ഞ് ആശുപത്രിയിലേക്ക് വരുന്നത് തന്നെ അല്പം കുറഞ്ഞൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള പരിഷ്കരണത്തിൽ കുടിശ്ശിക അനുവദിക്കുക,
മറ്റ് രോഗികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള തസ്തികകൾ ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഡോക്ടർമാർ ഈ ഒരു സമരത്തിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരും ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്നാണ് അറിയുന്നത്. അതായത് ശമ്പള വർധനവ് ആവശ്യപ്പെട്ടും അതുപോലെ മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശിക പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഇന്ന് നഴ്സുമാരും ഈ ഒരു സമര രംഗത്തേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗികളുടെ കാര്യം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെ കടക്കുകയാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്നത്. ക്രിസ്റ്റീന. ശരി, ലക്ഷ്മി ബാലചന്ദ്രനാണ് കോഴിക്കോട് നിന്ന് മലബാറിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ ആർ അച്യുതനുണ്ട്. ദേശീയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് പറയാൻ. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. രാജ്യത്ത് നടക്കുന്ന ഒരു AI ഗ്ലോബൽ ഇമ്പാക്ട് ഉച്ചകോടി, അപ്പോൾ അത് ആഗോള ടെക് ഭീമന്മാരും ടെക് മേഖലയിലെ തലവന്മാരും ഒക്കെ ഇരിക്കുന്ന ആ ഒരു മീറ്റിംഗിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഷർട്ടൂരിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, അതിനുശേഷം BJP അതിൽ വിമർശനം ഉന്നയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ അതെങ്ങനെ പോകും? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. AI ഇമ്പാക്ട് ഉച്ചകോടി അതിൻ്റെ ആരംഭഘട്ടം മുതൽ തന്നെ പല രാഷ്ട്രീയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അതിലൊന്ന് ഗാൽക്കോട്ടിയ സർവകലാശാലയുടെ റോബോഡോഗിൻ്റെ പ്രദർശനം. അതിന് പിന്നാലെയായിരുന്നു ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഏതാണ്ടൊരു 10ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഇമ്പാക്ട് ഉച്ചകോടി നടക്കുന്ന വേദിയിലേക്ക് എത്തുകയും അവിടെ ഈ വസ്ത്രമൂരി പ്രതിഷേധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വഴിവെച്ചത്. തുടർന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് BJPയുടെ പ്രമുഖരായ നേതാക്കൾ തന്നെ രംഗത്തെത്തി. അതായത് രാജ്യത്തെ രാഹുൽ ഗാന്ധി മറ്റു രാജ്യങ്ങളിൽ പോയി അപമാനിക്കുന്നതിന് പുറമെ ഈ രാജ്യത്തിനകത്ത് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഉച്ചകോടി നടക്കുന്ന ഒരിടത്ത് വെച്ച ഇന്ത്യയുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരമൊരു പ്രവണതയിലേക്ക് കോൺഗ്രസ് കടന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ ഹാജരാക്കി ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ടാണ് പോലീസ് ഒരുങ്ങുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ ഒരു വൻ ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. അതിൻ്റെ ഭാഗമായായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിമ്പിനെ ഇന്നലെ പോലീസ് വിളിച്ചു വരുത്തി ദീർഘനേരം ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് വിട്ടയച്ചത്. കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ, ദേശീയ നേതാക്കളെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടത് ഒരു രാഷ്ട്രീയ വാദപ്രത്യാരോപണങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. മറ്റൊന്ന്, എക്സ്പോ വേദി ഇന്നുകൂടി കേന്ദ്ര സർക്കാർ ഈ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എക്സ്പോ വേദി സന്ദർശിക്കാനുള്ള അവസരമുണ്ട്. ഇന്നോടുകൂടി തന്നെ ഇമ്പാക്ട് ഉച്ചകോടിയുടെ ഈ ഒരു പരിപാടികൾ ഇന്നുകൂടി പൂർണ്ണമാവുകയാണ്. മറ്റൊന്ന്, നമ്മളിന്ന് ദേശീയതലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലുലുഡ സിൽവയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയാണ്. ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഉച്ചകോടിയുടെ ആരംഭഘട്ടത്തിൽ ഫ്രാൻസുമായി ഇന്ത്യ ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ ബ്രസീലുമായി ആ ഒരു ഉഭയകക്ഷി ചർച്ച നടത്താൻ ഒരുങ്ങുന്നു. പ്രതിരോധം, ആരോഗ്യം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, വ്യാപാരം തുടങ്ങിയ നിരവധി മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ച നടക്കുക. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി ബ്രസീൽ പ്രസിഡന്റിന് ഒരു ഉച്ചവിരുന്ന് നൽകുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും ഉപരാഷ്ട്രപതിയുമായും ബ്രസീൽ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും തുടങ്ങിയതാണ് ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടാകുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിഷയം എന്നുള്ളത് മഹാരാഷ്ട്രയിൽ ഇന്ന് രാഹുൽ ഗാന്ധി കോടതിയിൽ അപകീർത്തി കേസിൽ നേരിട്ട് ഹാജരാകും എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതായത് താനെയിലെ ഭീവണ്ടി ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഹാജരാവുക. കേസിലെ ജാമ്യക്കാരൻ മരിച്ചതിനെ തുടർന്ന് പുതിയ ആളെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമായിരിക്കും രാഹുൽ ഗാന്ധി ഹാജരാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2014 അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ ദേശീയ വാർത്തകളായി പ്രതീക്ഷിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെയും KSEBയുടെയും നൂലാമാലകളിൽ കുടുങ്ങി പശുഫാം അടച്ചുപൂട്ടേണ്ട ഗതികേടിലാണ് ഇടുക്കിയിലെ ഒരു ക്ഷീര കർഷകൻ. പശുഫാമിന്റെ ആവശ്യത്തിനായി 2 വർഷം മുമ്പ് 3 ഫേസ് വൈദ്യുത കണക്ഷന് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ല. റവന്യൂ വകുപ്പിന്റെ NOC ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വൈദ്യുതി കണക്ഷൻ നൽകാത്തത്. ബൈസൺ വാലി ജോസ്ഗിരി സ്വദേശി കുര്യനാണ് 30 പശുക്കളുള്ള ഫാം അടച്ചു പൂട്ടേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. പുല്ലരിയാനും ചാണകമുണക്കി പൊടിക്കുന്നതിനുള്ള യന്ത്രം പ്രവർത്തിപ്പിക്കാനും
3 ഫേസ് കണക്ഷൻ ആവശ്യമാണ്. കൃഷി ആവശ്യത്തിനുള്ള കണക്ഷൻ ആയതിനാൽ നൽകാമെന്ന് KSEB ആദ്യം പറഞ്ഞു. 40,000 രൂപ ചിലവിൽ കുര്യൻ വയറിംഗും നടത്തി. എന്നാൽ റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം സമർപ്പിച്ചാൽ മാത്രമേ കണക്ഷൻ നൽകൂ എന്നാണ് KSEBയുടെ ഇപ്പോഴത്തെ നിലപാട്. 3 ഫേസ് കറണ്ടില്ലാതെ ഈ ഫാം മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് നമ്മൾ പോയി അപേക്ഷിച്ചത്. അപേക്ഷിച്ചപ്പോൾ നിലവിൽ കറണ്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ മീറ്റർ വാങ്ങാനുള്ള സെറ്റപ്പുകളെല്ലാം 40,000 രൂപ മുടക്കി എല്ലാ സെറ്റപ്പുകളും മീറ്ററിലും ചെയ്തു കഴിഞ്ഞു. പിന്നെ ഈ ചാണകം ഉണങ്ങാനുള്ള മെഷീൻ ഞാനിതാ നമ്മൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇതെല്ലാം കമ്പനി ഇവിടെ എത്തിക്കുന്നതുകൊണ്ട് നിലവിൽ നമുക്ക് ഇതുവരെയായിട്ട് അവർ കറണ്ട് തരാത്തതിന് കാരണം ഇവിടെ വൈശ്വന്മാരിൽ എന്തോ 10 വർഷം മുമ്പ് ഒരു കോടതി വിധി ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ 2010 ഇടുക്കിയിലെ 8 വില്ലേജുകളിൽ പുതിയ വൈദ്യുതി കണക്ഷന് റവന്യൂ വകുപ്പിന്റെ NOC നിർബന്ധമാക്കിയത്. പുതിയ നിർമ്മാണങ്ങൾക്കാണ് റവന്യൂ വകുപ്പ് NOC നൽകുന്നത്. പഴയ കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷന് വേണ്ടിയുള്ള NOC ലഭിക്കണമെങ്കിൽ കോടതിയെ സമീപിക്കണമെന്ന് റവന്യൂ വകുപ്പ്. ഇതാണ് പശുഫാമിന് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് തടസ്സം. കാർഷിക ആവശ്യത്തിന് വേണ്ടി പോലും വൈദ്യുതി കണക്ഷൻ നൽകാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. 24 ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലും തിങ്കളാഴ്ചത്തെ മുന്നണി യോഗത്തിലും സ്വീകരിക്കേണ്ട നിലപാടുകൾ യോഗം ചർച്ച ചെയ്യും. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ CPIM മത്സരിച്ചത്. അധിക സീറ്റുകൾ ചില ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന് വഴങ്ങാനിടയില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിലും ധാരണയുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം, 2 ടേം വ്യവസ്ഥയിൽ ഇളവ് എന്നിവയിലും ഇന്നത്തെ യോഗത്തിൽ ധാരണയുണ്ടായേക്കുമെന്നാണ് സൂചന. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് എറണാകുളത്ത് പര്യടനം തുടരുന്നു. രാവിലെ 8:30 BTH ഹോട്ടലിലെ സംവാദ പരിപാടിയിലൂടെ യാത്രയ്ക്ക് തുടക്കമാകും. 10 മണിക്ക് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തും. തുടർന്ന് തൃപ്പൂണിത്തുറ, പെരുമ്പാവൂർ, കോതമംഗലം ജില്ലകളിൽ സ്വീകരണം നൽകി മൂവാറ്റുപുഴയിൽ സമാപിക്കും. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ ഗവർണർ PH ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തൽ ഉൾപ്പെടുന്ന പുസ്തകത്തിന്റെ പ്രകാശനമെന്ന് ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന പുസ്തകം ഇന്ന് രാവിലെ 10:15 തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യും. തന്ത്രി കണ്ഠരര് രാജീവര് നടയടയ്ക്കാൻ തീരുമാനിച്ചത് താൻ നൽകിയ ഉറപ്പിന്മേലാണെന്ന് പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. സംഭവം നടക്കുന്ന സമയം BJP സംസ്ഥാന അധ്യക്ഷനായിരുന്നു PH ശ്രീധരൻപിള്ള. ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമ പോലീസ് സംരക്ഷണയിൽ സന്നിധാനത്തേക്ക് എത്തിയ സാഹചര്യത്തിലാണ് തന്ത്രിയെ ബന്ധപ്പെടാൻ തനിക്ക് നിർദ്ദേശം ലഭിച്ചതെന്ന് PH ശ്രീധരൻപിള്ള പറയുന്നു. ഒരു പ്രമുഖ ഹിന്ദു സമുദായ നേതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ തന്ത്രിക്ക് നിയമോപദേശം നൽകിയത്. നടയടച്ച് ശുദ്ധികലശം നടത്തുന്നത് കോടതി അലക്ഷ്യമാകില്ലെന്ന് തന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രീധരൻപിള്ളയോട് ഈ നേതാവ് ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസും ചെയർമാൻ ജോസ് കെ മാണി തുടങ്ങിയവർ പങ്കെടുക്കും. പഠന കോൺഗ്രസിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി 4 സിംപോസിയങ്ങളും 44 അനുബന്ധ സെഷനുകളും നടക്കും. കേരളത്തിന്റെ വികസന മാതൃക, ശാസ്ത്ര സാങ്കേതിക നയം, മതേതര സംസ്കാരം, 16ാം ധനകാര്യ കമ്മീഷൻ അവാർഡ് തുടങ്ങിയ വിഷയങ്ങൾ സിംപോസിയങ്ങളിൽ ചർച്ച ചെയ്യും. സമാപന സമ്മേളനം നാളെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. മാർച്ചിലെ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി വിമാനക്കമ്പനികൾ. വേനലവധിയും പെരുന്നാളും ഒത്തുവന്നതോടെയാണ് വിമാനക്കമ്പനികൾ പതിവ് പോലെ ടിക്കറ്റ് നിരക്ക് കൂട്ടിയത്. ഇരട്ടിയിലധികം തുകയാണ് പല വിമാനക്കമ്പനികളും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നാട്ടിലെത്തി പെരുന്നാൾ ആഘോഷിച്ച് തിരിച്ചുവരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്കും അവധി ആഘോഷിക്കാൻ ഗൾഫിലേക്ക് വിമാനം കയറാനിരിക്കുന്നവർക്കും ഇത്തവണയും നിരാശ തന്നെ. പെരുന്നാളും വേനലവധിയും ഒക്കെ ഒരുമിച്ച് വന്നതോടെ മാർച്ചിൽ വിമാനക്കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നെല്ലാം വൻ തുക നൽകിയാൽ മാത്രമേ പെരുന്നാൾ സമയം വിമാനയാത്രയ്ക്ക് കഴിയുകയുള്ളൂ. 350 ദിർഹം വരെയായിരുന്നു ഇപ്പോൾ UAEയിൽ നിന്നുള്ള വൺ വേ ടിക്കറ്റിന്റെ നിരക്ക്. എന്നാൽ മാർച്ച് 2ാം വാരം കഴിയുന്നതോടെ ഇത് 1000 ദിർഹത്തിന് മുകളിലാകും. മാർച്ച് 15 മുതൽ ഏപ്രിൽ 19 വരെ ഇരട്ടിയിലധികമാണ് ടിക്കറ്റ് നിരക്ക് ഉയർന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20% നിരക്ക് കൂട്ടിയത്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് മാർച്ച് പകുതിക്ക് ശേഷം UAEയിലെത്താൻ 20,000 മുതൽ 28,000 വരെയാണ് ടിക്കറ്റ് നിരക്ക്. ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങി ഏത് പ്രധാന നഗരത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നാലും സ്ഥിതി ഇത് തന്നെ. സ്കൂൾ അവധി കൂടി കണക്കിലെടുത്ത് ടിക്കറ്റുകൾക്ക് വൻ ഡിമാൻഡുമാണ്. റമദാൻ ആദ്യ പകുതിയിൽ യാത്രാ നിരക്ക് താരതമ്യേന കുറവാണ്. കണക്ഷൻ ഫ്ലൈറ്റുകളെ ആശ്രയിച്ച് നാട്ടിലെത്താമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. 24 ദുബായ്. ഇനി കായിക വാർത്തകളാണ്.
2020 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ആദ്യ മത്സരത്തിൽ രാത്രി 7 ന്യൂസിലൻഡ് പാകിസ്ഥാനെ നേരിടും. 2020 ലോകകപ്പിൽ ഇനി സൂപ്പർ പോരാട്ടങ്ങൾ. 4 ഗ്രൂപ്പുകളിൽ നിന്ന് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തവരെ സീഡിംഗിന്റെ അടിസ്ഥാനത്തിൽ 2 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. 1ാം ഗ്രൂപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ. 2ാം ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക ടീമുകളും. ഗ്രൂപ്പുകളിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്കായിരിക്കും സെമി ബർത്ത്. ഗ്രൂപ്പ് 2ലെ ന്യൂസിലാൻഡ് പാകിസ്ഥാൻ മത്സരത്തോടെയാണ് സൂപ്പർ 8 പോരാട്ടങ്ങളുടെ തുടക്കം. ഗ്രൂപ്പ് എയിൽ നിന്ന് 4ൽ 3 മത്സരങ്ങളും ജയിച്ചായിരുന്നു പാകിസ്ഥാന്റെ സൂപ്പർ 8ലേക്കുള്ള മാർച്ചിങ്. തോറ്റത് ഇന്ത്യയോട് മാത്രം. എന്നാൽ അവസാന മത്സരത്തിൽ നമീബിയെ 102 റൺസിന് തകർത്ത കിരീട പോരാട്ടത്തിലേക്ക് തിരിച്ചെത്തി മുൻ ചാമ്പ്യന്മാർ. സാഹിബ് സാദ ഫർഹാന്റെ ബാറ്റിംഗും എതിരാളികളെ വട്ടം കറക്കുന്ന സ്പിൻ നിരയിലുമാണ് പാകിസ്ഥാന്റെ പ്രതീക്ഷകൾ. ആശങ്ക സൂപ്പർ താരങ്ങളായ ബാബർ അസമിന്റെയും ഷഹീൻ ഷാഫ്രീദിയുടെയും ഫോമിലും. കഴിഞ്ഞ കളിയിൽ പുറത്തിരുത്തിയ ഷഹീനെ ന്യൂസിലാൻഡിനെപ്പോൾ ഒരു കരുത്തുറ്റ ടീമിനെതിരെ കളിപ്പിക്കുമോ എന്നതിൽ വലിയ ആകാംക്ഷ. ടിം സിഫേർഡ്, ഫിനലൻ, രജിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ്, ഡാരിൽ മിച്ചൽ തുടങ്ങി കരുത്തുറ്റ ബാറ്റിംഗ് നിരയാണ് കിവീസിന്റേത്. ക്യാപ്റ്റൻ മിച്ചൽ സന്നർ നയിക്കുന്ന ബൌളിംഗ് നിരയും മികച്ചത്. ലോകകപ്പിലെ നേർക്കുനേർ പോരാട്ടങ്ങളിൽ പാകിസ്ഥാനാണ് മുൻതൂക്കം. 7ൽ 5 മത്സരങ്ങളിൽ ജയം. സ്പോർട്സ് ഡെസ്ക് 24. കർണാടകയിലെ ബാഗൽകോട്ടിൽ ശിവാജി ജയന്തി ഘോഷയാത്രയ്ക്ക് നേരെ ഉണ്ടായ കല്ലേറിൽ അന്വേഷണം പുരോഗമിക്കുന്നു. നിലവിൽ 8 പേർ അറസ്റ്റിലായിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. മേഖലയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. മേഖലയിലെ സാമുദായിക ഐക്യം തകരാതിരിക്കാൻ പോലീസ് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.